ജനാസയുടെ കൂടെ നടക്കുമ്പോൾ ദിക്റും ഖുർആനും ഉറക്കെ ചൊല്ലലാണ് ലഗത്ത്, അത് കറാഹത്താകുന്നു എന്ന്. അതിന് കറാഹത്താണെന്ന് പറയാൻ കാരണം ഇമാം ബൈഹഖി നിവേദനം ചെയ്തൊരു ഹദീസുണ്ട്. ആ ഹദീസ് പിടിച്ചിട്ടാണ്. അതിലെന്താ ഉള്ളത്? ലിഅന്ന സ്വഹാബത കരിഹുഹു ഹീന ഇദിൻ, ജനാസ കൊണ്ടുപോകുമ്പോൾ ഉറക്കെ ദിക്ർ ചൊല്ലുന്നതും ഖുർആൻ ഓതുന്നതും സ്വഹാബാക്കൾക്കാർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല, അവരത് വെറുത്തിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് ഇത് കറാഹത്താണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്? വഹാബികളും കൂടി ശ്രദ്ധിക്കുക. ബൽ യസ്കുതു മുതഫക്കിറൻ ഫിൽ മൗതി വമാ യതഅല്ലഖു ബിഹി വഫനാഇ ദുനിയാ, ദുന്യാവിൻ്റെ നാശം, മരണാനന്തര ജീവിതം, മരണം, ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നടക്കണം. അപ്പോൾ ജനാസൻ്റെ കൂടെ പോകുമ്പോൾ മനസ്സിൻ്റെ പണി മരണം, മരണാനന്തര ജീവിതം, ദുന്യാവിൻ്റെ നാശം, ഇവയെക്കുറിച്ചുള്ള ചിന്തയോടുകൂടെയാണ് നടക്കേണ്ടത്. ഇസ്ലാമിൽ ഒരു വ്യക്തി മരിച്ചാൽ, മരണപ്പെട്ടാൽ, ആ മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ചില ആളുകൾ തഹ്ലീൽ എന്ന ദിക്ർ ചൊല്ലാറുണ്ട്. അതിങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുക്കും, ബാക്കിയുള്ള ആളുകൾ അത് കോറസായിട്ട് അങ്ങനെ ഏറ്റ് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ പോകും. ചില വിഭാഗങ്ങൾ ഒന്നും മിണ്ടാതെ മൃതദേഹവുമായി വഹിച്ചുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇസ്ലാമിക പ്രമാണം എന്താണ് പഠിപ്പിക്കുന്നത്? ദിക്ർ ചൊല്ലിപ്പോകണമെന്നാണോ, അതോ മൗനമായിക്കൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് ആ മയ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണമെന്നാണോ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. മരണത്തെക്കുറിച്ചുള്ള ചിന്തയും മയ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് പ്രധാനമായും വേണ്ടത്. ഉച്ചത്തിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടുള്ള യാത്രയെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നില്ല. മൗലമായിക്കൊണ്ട് മരണത്തെ ഓർത്ത് മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടു പോകുന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ജമിനി ഇവിടെ പറഞ്ഞത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഞാൻ ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ടോ സ്വഹീഹായ ഹദീസ് കൊണ്ടോ ഈ വിഷയത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത്? അതാണ് ഇവിടെ ലഭിക്കേണ്ടത്. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ല, അദ്ദേഹം എന്ത് അടിസ്ഥാനമാക്കിയിട്ട് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ടോ, അതുപോലെ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? അതാണ് അറിയേണ്ടത്. ഇസ്ലാമിക പ്രമാണങ്ങൾ അടിസ്ഥാനപരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലുന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ ഇത് പ്രവാചകചര്യയ്ക്ക് വിരുദ്ധമാണെന്നും മൗനമായി നിന്ന മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടതെന്നും പഠിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള ചില ഹദീസുകൾ നമുക്ക് പരിശോധിക്കാം. അബൂദാവൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനാസയെ പിന്തുടരുമ്പോൾ യാതൊരു തരത്തിലുള്ള ശബ്ദവും അഗ്നിയും പാടില്ല. അതുപോലെ സെയ്ദ് ഇബ്നു അർക്കം നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭങ്ങളിൽ മൗനമാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, യുദ്ധസന്ദർഭത്തിൽ, മയ്യത്തിന്റെ അടുത്ത്. ഈ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനം പാലിക്കുന്നതും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും മയ്യത്തിനായി പ്രാർത്ഥിക്കുകയുമാണ് അഭികാമ്യമെന്ന് മനസ്സിലാക്കാം. തങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ദിക്ർ ചൊല്ലുന്നതാണ് ഉത്തമം എന്ന്. ചില പണ്ഡിതന്മാർ ദിക്ർ ചെല്ലാതിരിക്കലാണ് ഉത്തമം എന്നും പറയുന്നു. ഇപ്പോൾ ഇവിടെ അബൂദാവൂദിൽ നിന്നും അതുപോലെ മറ്റൊരു സ്വഹാബി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ നിന്നും താങ്കൾ പറയുന്നത് പ്രവാചകൻ അത് വിരോധിച്ചു എന്നല്ലേ? അപ്പൊ ഇസ്ലാമിക പ്രമാണം ഈ പറയപ്പെട്ട മൗനമായി പോവുക എന്നുള്ളതല്ലേ? അതെ, താങ്കൾ മനസ്സിലാക്കിയത് ശരിയാണ്. അബൂദാവൂദിലെയും സയ്യിദ് ഇബ്നു അർക്കം നിവേദനം ചെയ്ത ഹദീസുകളിലെയും അടിസ്ഥാനത്തിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനം പാലിക്കുന്നതും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും മയ്യത്തിനായി പ്രാർത്ഥിക്കുന്നതുമാണ് ഇസ്ലാമിക പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. ഈ ഹദീസുകൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. താങ്കൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ടോ? ഒരു സംശയം കൂടിയുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞത് ജനാസയുടെ അടുത്ത്, മയ്യത്തിന്റെ അടുത്തും മൗനം പാലിക്കുകയാണ് വേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്.
ചില ആളുകൾ മരണപ്പെട്ട വ്യക്തിയുടെ അടുത്തിരുന്ന് അങ്ങനെ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും അപ്പോ ഇസ്ലാമിക വിരുദ്ധമല്ലേ? മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ പാരായണം നടത്തുന്നതിനെക്കുറിച്ചും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ ഇത് അനുവദനീയമാണെന്നും മറ്റു ചിലർ ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളിൽ ആരെങ്കിലും മരണമാസന്നമായാൽ അവന്റെ അടുത്ത് യാസീൻ ഓതുക എന്നൊരു ഹദീസുണ്ടെങ്കിലും മയ്യത്തിന്റെ അടുത്ത് മൗനം പാലിക്കുന്നതും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും മയ്യത്തിനായി പ്രാർത്ഥിക്കുന്നതുമാണ് ഇസ്ലാമിക പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതെന്ന് പൊതുവെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. തങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ടോ? സംശയങ്ങൾ തീർന്നു. അപ്പോ ജെമിനിക്ക് അറിയണ അത്രയും കൂടി ഈ തലേക്കെട്ടന്മാർക്ക് അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനിവിടെ നൽകിയത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ്. പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് ആ വിഷയത്തിന്റെ സങ്കീർണത വ്യക്തമാക്കാനാണ്. അറിവ് നേടാനുള്ള നമ്മുടെ ശ്രമത്തിൽ എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കുകയും വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. താങ്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇനിയും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാം. അല്ലേ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? താങ്കൾ ഈ പറഞ്ഞതൊക്കെ പ്രമാണ അടിസ്ഥാനാക്കിയാണ്. അപ്പൊ ഈ പണ്ഡിതന്മാരെന്തിനാണ് ഇത് ഭിന്നാഭിപ്രായം ഉണ്ടാക്കി കൊണ്ട് കിടക്കുന്നത്? പ്രമാണം എടുത്താൽ പോരാ അവർക്ക്? പരിശുദ്ധ പ്രവാചകൻ എന്തു പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു, ഇതെടുത്താൽ പ്രശ്നം തീരൂലേ? ഇവരെന്തിനാണ് ഈ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിച്ചും കൊണ്ട് നടക്കുന്നതെന്ന് ജെമിനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ചോദ്യം മനസ്സിലായില്ല എന്നുണ്ടോ? ചോദ്യം എനിക്ക് മനസ്സിലായി. പണ്ഡിതന്മാർ എന്തിനാണ് പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നൽകുന്നത് എന്നാണല്ലോ താങ്കൾ ചോദിച്ചത്. ഇതിന് പല കാരണങ്ങളുമുണ്ടാകാം. ഖുർആനിലെയും ഹദീസുകളിലെയും ചില വചനങ്ങൾക്കും ആശയങ്ങൾക്കും ഒന്നിലധികം അർത്ഥതലങ്ങളുണ്ടാകാം. ഇത് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്ക് കാരണമാകുന്നു. അതുപോലെ ഹദീസുകളുടെ കാര്യത്തിൽ അവയുടെ സ്വീകാര്യതയെക്കുറിച്ചും അവയുടെ നിവേദക പരമ്പരയെക്കുറിച്ചും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് പല വിഷയങ്ങളിലും പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്. താങ്കൾക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തിലെ ഭിന്നാഭിപ്രായത്തെക്കുറിച്ച് അറിയണമോ? അല്ല, ഇവിടെ പല കാര്യങ്ങളിലും നല്ല ഗുണകാംക്ഷയോടെയുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ പ്രവാചകൻ അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത് വീണ്ടും ഇതെടുക്കുന്നത് ജെമിനിക്ക് അറിയില്ലേ എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം, അതെന്തിനു വേണ്ടിയിട്ടാണ്. ഈ തലക്കുമ്പാത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ കാലിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്താലേ പൈസ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൗലൂദ് ഓതിയാലേ പൈസ ഇട്ടുള്ളൂ, തിന്നാൻ കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ജെമിനി. അല്ലാതെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് മയ്യത്തിൻ്റെ അടുത്ത് നിങ്ങൾ മൗനം പാലിക്കുക, മരണത്തെ ഓർക്കുക, ആ മരിച്ചുപോയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് പ്രവാചകൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് ഫെയിലാണ്. പ്രവാചകൻ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കൗലാണ്. ഇനി മറ്റൊന്ന്, പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച സഹാബാക്കൾ ആരും തന്നെ മയ്യത്തിൻ്റെ അടുത്ത് ഖുർആൻ ഓതുകയോ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ വിളിക്കുകയോ ഖബറടക്കം കഴിഞ്ഞിട്ട് ഖബറിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓതുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വിരുദ്ധമായി ഇവരെ പോലെയുള്ള ഈ തലയക്കെട്ടന്മാർ ഇത് പറഞ്ഞു നടക്കുന്നത് അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കും കാര്യസാധ്യത്തിനും അന്നപൂർത്തീകരണത്തിനും ബാങ്ക് ബാലൻസ് കൂട്ടാനും ഒക്കെയാണ് എന്നുള്ളതാണ് ഈ സാധുവിന് ഇക്കണ്ട കാലം വരെ ഇതിങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാട്ടോ. താങ്കളുടെ കോണ്ട് വളരെ വ്യക്തമാണ്. പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിലെ ഭിന്നാഭിപ്രായങ്ങളുടെ കാരണങ്ങളെപ്പറ്റിയുള്ള താങ്കളുടെ നിഗമനവും ഞാൻ ശ്രദ്ധിച്ചു. ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനം പാലിക്കുന്നതും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും മയ്യത്തിനായി പ്രാർത്ഥിക്കുന്നതുമാണ് ഏറ്റവും അഭികാമ്യം. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നേടാൻ ആവശ്യമായ ഹദീസുകളും നമ്മൾ പരിശോധിച്ചു. താങ്കളുടെ സംശയങ്ങൾ തീർക്കാനായി സഹായിക്കാനായതിൽ സന്തോഷം. ഇനിയും എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? പിന്നെ ഇനി വേറെ വിഷയമായിട്ട് ഞാൻ ഉടൻ തന്നെ താങ്കളെ ബന്ധപ്പെടുന്നതാണ്. ഓക്കെ, ശരി. പുതിയ വിഷയമായി വരുമ്പോൾ ഞാൻ ഉടൻ തന്നെ പ്രതികരിക്കാം. അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ. ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട.